ഈ വീഡിയോയിൽ നമുക്ക് C++ൽ അറേ എങ്ങനെയാണ് ചെയ്യേണ്ടത്, അറേനെ പറ്റിയിട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യം C++ൽ അറേ എന്തിനാണ് യൂസ് ചെയ്യണമെന്ന് ഉള്ളത് പറയാം. ഇപ്പം നമ്മൾ ഇൻറ്റീജർ വാല്യൂസൊക്കെ നമ്മൾ ഒരു വേരിയബിളിൽ സ്റ്റോർ ചെയ്യാറുണ്ട്. അതപ്പോൾ നമ്മൾ ഇൻറ്റ് ആ ഒരു വേരിയബിൾ നെയിം അങ്ങനെയൊക്കെയാണല്ലോ ഡിക്ലെയർ ചെയ്യണേ. അപ്പോൾ അങ്ങനത്തെ വേരിയബിൾസിന് ഉള്ള ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അതിന് ഏതെങ്കിലും ഒരു വാല്യൂ സിംഗിൾ വാല്യൂസ് ആയിരിക്കും എപ്പോഴും സ്റ്റോർ ചെയ്യാൻ പറ്റുക. അതായത് ഒന്നിൽ കൂടുതലുള്ള വാല്യൂസ് സ്റ്റോർ ചെയ്യണമെങ്കിൽ നമ്മൾ മൾട്ടിപ്പിളായിട്ട് ആ ഒരു ടൈപ്പ് വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യണം. അതായത് ഇപ്പോൾ 2 ഇൻറ്റീജർ വാല്യൂസ് സ്റ്റോർ ചെയ്യണമെങ്കിൽ നമ്മൾ 2 ഇൻറ്റീജർ വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് C++ൽ അറേ യൂസ് ചെയ്യേണ്ടത്. അതായത് നമുക്ക് മൾട്ടിപ്പിൾ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഈ മൾട്ടിപ്പിൾ ഡാറ്റ എന്ന് പറഞ്ഞാൽ സെയിം ഡാറ്റ ടൈപ്പിൻ്റെ മൾട്ടിപ്പിൾ ഡാറ്റയാണ് സ്റ്റോർ ചെയ്യാൻ യൂസ് ചെയ്യേണ്ടത്. അല്ലാതെ ഇപ്പോൾ ഒരെണ്ണം ഇൻറ്റ് ഒരെണ്ണം സ്ട്രിങ് അങ്ങനെ മിക്സഡ് ആയിട്ടുള്ള ഡാറ്റ ടൈപ്പ് സ്റ്റോർ ചെയ്യാനുള്ള പർപ്പസിന് അറേ യൂസ് ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് ഒരു സെയിം ഡാറ്റ ടൈപ്പ് ഉള്ള ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്യാനാണ് അറേ യൂസ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഇതെങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ സ്ട്രിങ് സ്റ്റോർ ചെയ്യാനുള്ള ഒരു അറേയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ സ്ട്രിങ്ങിൻ്റെ ഹെഡർ ഫയൽ ഇമ്പോർട്ട് ചെയ്യാണ്. അതിന് ഹാഷ് ഇൻക്ലൂഡ് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് സി സ്ട്രിങ് എന്നും പറഞ്ഞിട്ടൊരു ലൈബ്രറി ഉണ്ട്, അത് നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം. ഇനിയിപ്പോൾ ടർബോ C++ലാണ് നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ ഈ സി സ്ട്രിങ്ങിന് പകരം string.h ആണ് യൂസ് ചെയ്യണത്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ആദ്യം ഇമ്പോർട്ട് ചെയ്യുക. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് അറേ ക്രിയേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ അറേ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് അറേ എന്ത് ഡാറ്റ ടൈപ്പ് ഹോൾഡ് ചെയ്യണമെന്ന് വെച്ചാൽ ആ ഡാറ്റ ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഞാൻ സ്ട്രിങ് ഹോൾഡ് ചെയ്യണ അറേയാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കണേ. അതുകൊണ്ട് ഞാൻ സ്ട്രിങ് എന്നും പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്തു. എന്നിട്ട് സ്പേസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ വേരിയബിൾ നെയിം അല്ലെങ്കിൽ അറേയുടെ പേരെന്താന്നുള്ളത് മെൻഷൻ ചെയ്യുക. ഞാനിവിടെ നെയിംസ് എന്നും പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് ഇവിടം വരെയുള്ളത് നമ്മൾ സാധാരണ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണ പോലെ. പക്ഷേ ഇനി അങ്ങോട്ടേക്ക് നമ്മളൊരു സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ക്ലോസ് ചെയ്യണം. അപ്പോൾ സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ക്ലോസ് ചെയ്യേണ്ടത് എന്തിനാന്ന് വെച്ചാൽ അതിൻ്റെ അകത്താണ് ഈ ഒരു അറേയുടെ സൈസ് എന്തോരം ഉണ്ടെന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്യേണ്ടത്. ഇവിടെ അപ്പം ഞാൻ ഒരു 5 നെയിംസ് സ്റ്റോർ ചെയ്യുന്നത്. 5ഉം വേണ്ട, നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം. ഒരു 3 നെയിംസ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു അറേയാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ നമ്മൾ അറേ ക്രിയേറ്റ് ചെയ്ത് ഇനി അറേയിൽ നമുക്ക് പ്രോഗ്രാം വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഇൻപുട്ട് ചെയ്യാം. അതല്ലെങ്കിൽ ഡിഫോൾട്ടായിട്ട് അറേ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ അറേയിലുള്ള ഇൻഫർമേഷൻസ് എന്തൊക്കെ വേണമെന്നുള്ളത് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡിഫോൾട്ടായിട്ട് അറേ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇൻഫർമേഷൻ ഹോൾഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം ഞാനിവിടെ സ്ട്രിങ് നെയിംസ് ഓഫ് 3 ഈക്വൽ ടു എന്നും പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. ഈക്വൽ ടു കഴിഞ്ഞിട്ട് ഒരു കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ക്ലോസ് ചെയ്യുക. ഈ കേർലി ബ്രാക്കറ്റിൻ്റെ അകത്താണ് നമ്മൾ ഓരോ ഡീറ്റെയിൽസും സ്റ്റോർ ചെയ്യേണ്ടത്. അതായത് 3 നെയിംസ് ഞാനിവിടെ സ്റ്റോർ ചെയ്യാണ്. ഇവിടെ ഇപ്പോൾ ഞാൻ ആൻഡോ ടൈപ്പ് ചെയ്തു. പിന്നെ വേറൊരു നെയിം 5 കൊടുത്തു. പിന്നെ വേറൊരു നെയിം എന്ത് വേണം, കിയ എന്നും പറഞ്ഞിട്ട് ഒരു പേര് കൊടുത്തു. അങ്ങനെ 3 നെയിം നമ്മൾ ഈ ഒരു അറേയിൽ ക്രിയേറ്റ് ചെയ്തപ്പോൾ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയും നമുക്ക് ഈ ഒരു അറേ സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അറേയിലെ ഈ ഒരു ഡാറ്റ ആക്സസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇൻഡെക്സ് വെച്ചിട്ടാണ് അത് ആക്സസ് ചെയ്യേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇപ്പം ഞാനിവിടെ സി ഔട്ട് ചെയ്യാണ്. സി ഔട്ടിൽ എനിക്ക് രണ്ടാമത്തെ എലമെൻറ്റ് പ്രിൻ്റ് ചെയ്ത് കാണിക്കണം. അപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളുടെ എലമെൻറ്റ് ഓരോ ഇൻഡെക്സ് നമ്പേഴ്സ് ബേസിസിലാണ് സ്റ്റോർ ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് എലമെൻ്റ് എന്ന് പറഞ്ഞാൽ 0th ഇൻഡെക്സിലാണ് സ്റ്റോർ ചെയ്യുക. അപ്പോൾ ഇത് 0 ഇൻഡെക്സ്, ഇത് ഫസ്റ്റ് ഇൻഡെക്സ്, ഇത് സെക്കൻഡ് ഇൻഡെക്സ്. അങ്ങനെയാണ് ഇതിൻ്റെ ഇൻഡെക്സ് ജനറേറ്റ് ആവുന്നത്. അപ്പോൾ സെക്കൻഡ് എലമെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ സി ഔട്ടിൽ നെയിംസ് ഓഫ് മറ്റേ സ്ക്വയർ ബ്രാക്കറ്റിൽ 1 കൊടുക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇൻഡെക്സ് ഇവിടെ വാല്യൂ വരുന്നത് 1 ആണ്.
അപ്പോൾ അത് കൊടുത്തു. എന്നിട്ട് സെമിക്കോളനിട്ട് ഞാൻ റൺ ചെയ്യാണ്. അപ്പോൾ നമുക്ക് അഞ്ജു എന്നും പറഞ്ഞിട്ട് പേര് കറക്റ്റ് പ്രിൻ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഈ അറേയിലെ എലമെൻറ്റ്സ് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. ഇനി നമുക്ക് ഈ അറേയുടെ എലമെൻറ്റ് എങ്ങനെയാണ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കാം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഓൾറെഡി ഒരു അറേ ഡിക്ലെയർ ചെയ്ത്, അപ്പോൾ നെയിംസ് എന്ന് പറയുന്ന ആ ഒരു അറേയിൽ അഞ്ജു, ആൻഡോ, കിയ എന്നൊക്കെ പറഞ്ഞ് 3 പേര് ഞാൻ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സപ്പോസ് നമ്മളിപ്പോൾ ഇവിടെ അഞ്ജുവിനെ പ്രിൻ്റ് ചെയ്ത് കാണിച്ചു, അതായത് ഇൻഡെക്സ് 1ലുള്ള ആ ഒരു എലമെൻ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആക്സസ് ചെയ്തത് പ്രിൻ്റ് ചെയ്തു. ഇനിയിപ്പോൾ എനിക്ക് ഒരു പെർട്ടിക്കുലർ ഇൻഡെക്സിലുള്ള എലമെൻറ്റ് ചേഞ്ച് ചെയ്യണമെങ്കിൽ അതെങ്ങനെ ചേഞ്ച് ചെയ്യണം എന്നുള്ളത് നോക്കാം. അത് കമ്പാരിറ്റീവ്ലി സിമ്പിളാണ്. നമ്മൾ സാധാരണ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ വെച്ചിട്ടാണ് അത് ചേഞ്ച് ചെയ്യേണ്ടത്. ഇവിടെ ഇപ്പം ഞാൻ അഞ്ജു എന്നുള്ളത് മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും ഒരു നെയിമാക്കി കാണിച്ചു തരാം. അപ്പോൾ അതെങ്ങനെ വേറെ നെയിം ആക്കണമെന്നുള്ളത് ഞാൻ കാണിക്കുകയാണ്. ഫസ്റ്റ് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നെയിംസ് എന്നും പറഞ്ഞിട്ടുള്ള ആ ഒരു അറേയുടെ പേര് ടൈപ്പ് ചെയ്യുക. സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ക്ലോസ് ചെയ്യുക. സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ അകത്തായിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട എലമെൻറ്റിൻ്റെ ഇൻഡെക്സ്, അതായത് ഇവിടുത്തെ ഈ അഞ്ജുവിൻ്റെ ഇൻഡെക്സ് ഏതാണെന്ന് നോക്കുക. ഇൻഡെക്സ് 1 ആണ്. അപ്പോൾ ഞാൻ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ അകത്ത് 1 എന്നും പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്ത്, എന്നിട്ട് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ വെച്ചിട്ട് ഞാൻ വേറൊരു നെയിം കയറ്റുകയാണ്. വേറൊരു നെയിം ഞാൻ അൻവർ എന്നും പറഞ്ഞിട്ട് ഒരു നെയിം കയറ്റുകയാണ്. എന്നിട്ട് സെമിക്കോളൻ ഇട്ടു. ഇനി ഇത് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇത് റൺ ചെയ്യുമ്പോൾ ഈ അഞ്ജു എന്നുള്ള ആ ഒരു എലമെൻറ്റിൻ്റെ വാല്യൂ, ആ അഞ്ജു മാറിയിട്ട് അവിടെ അൻവർ എന്നുള്ള വാല്യൂ നമ്മൾ ചേഞ്ച് ചെയ്തേക്കാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു അറേയിലെ എലമെൻറ്റ് ആക്സസ് ചെയ്യണതും അതേപോലെ ചേഞ്ച് ചെയ്യണതും. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ ഫോർ ലൂപ്പ് വെച്ചിട്ട് ഒരു അറേയിൽ ഡാറ്റ ഇൻസേർട്ട് ചെയ്യണതും റിമൂവ് ചെയ്യണതും അതേപോലെ അറേയുടെ സൈസ് എങ്ങനെയാണ് കണ്ടുപിടിക്കണേ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെക്ക് ചെയ്യാം.